ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ സയൻറ്റിഫിക് നൊട്ടേഷനെ കുറിച്ചാണ് പറഞ്ഞത്, അല്ലേ? സയൻറ്റിഫിക് നൊട്ടേഷൻ്റെ അഡീഷനും മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും സബ്ട്രാക്ഷനുമാണ് പറഞ്ഞത്. അത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങൾക്ക് അറിയുന്ന ചില ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തത് മാസ് ആൻഡ് വെയ്റ്റ്. വാട്ട് ഈസ് മാസ്? മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എനി ഒബ്ജക്റ്റ്. ഒരു വസ്തുവിലുണ്ടാവുന്ന മാറ്ററിൻ്റെ അളവ്, അതിനാണ് നമ്മൾ എന്ത് പറയുക? മാസ് എന്ന് പറയാം. മാസ് ഈസ് ദ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എനി ഒബ്ജക്റ്റ്. അപ്പോൾ നമുക്കറിയാം മാസ് എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മൾ എർത്തിലാണെങ്കിലും മൂണിലാണെങ്കിലും ഒരു സബ്സ്റ്റൻസിൻ്റെ മാസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും, അതൊരിക്കലും ചേഞ്ച് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണഗതിയിൽ മാസ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം? കെമിക്കൽ ബാലൻസ് ഉപയോഗിക്കണം. നിങ്ങൾക്കറിയാം, പണ്ട് നിങ്ങളുടെ അടുത്തുള്ള പെട്ടിക്കടകളിലൊക്കെ തുലാസ് എന്ന് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടുണ്ടാവും, അല്ലേ? രണ്ട് പാത്രങ്ങളൊക്കെ ആയിട്ടൊരു ചങ്ങലൊക്കെ വെച്ചിട്ടുള്ള അതാണ് കോമൺ ബാലൻസ് എന്ന് പറയാം. നമ്മൾ ലാബിൽ ഉപയോഗിക്കുന്ന കോമൺ ബാലൻസ് നമ്മൾ കെമിക്കൽ ബാലൻസ് എന്നും പറയാറുണ്ട്. അപ്പോൾ ഈ കോമൺ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ മാസ് മെഷർ ചെയ്യുക. എന്ന് പറഞ്ഞാൽ അവിടെ നമുക്കറിയാം, നമ്മൾ സാധാരണഗതിയിൽ നമ്മളൊരു വസ്തുവിൻ്റെ, നിങ്ങളൊരു ബോക്സിൻ്റെ മാസാണ് കാണുന്നതെങ്കിൽ ബോക്സിനെ അതിൻ്റെ തുലാസിൻ്റെ ഒരു പാത്രത്തിൽ വെക്കും. ഇനി നമ്മളതിൻ്റെ വെയിറ്റ് കട്ടികൾ മറ്റൊരു പാത്രത്തിൽ വെക്കും, അല്ലേ? ഇതെന്തിനു വേണ്ടിയാണ് ഇത് രണ്ടും ഇങ്ങനെ നമ്മൾ വെക്കാനുള്ള കാരണം എന്താണ്? രണ്ടെണ്ണമായിട്ട് വെക്കാനുള്ള കാരണം എന്താണ്? എങ്കിൽ മാത്രമേ നമുക്കൊരു രണ്ട് പാത്രത്തിലും ഗ്രാവിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് മെഷർ ചെയ്യണമെങ്കിൽ, അതിൻ്റെ മാസ് മെഷർ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ടിലും ഗ്രാവിറ്റി അനുഭവപ്പെടുന്നുണ്ട് തന്നെ നമുക്ക് എന്ത് കിട്ടും? കൃത്യമായിട്ടുള്ള അതിൻ്റെ മാസ് കിട്ടും. അതിനു വേണ്ടിയാണ് നമ്മൾ കെമിക്കൽ ബാലൻസ് ഉപയോഗിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിൽ കെമിക്കൽ ബാലൻസിൻ്റെ ഒരു ചിത്രമുണ്ട്, നിങ്ങൾ നോക്കിയാൽ മതി. അതുപോലെ നമ്മളെ ലാബിൽ കെമിക്കൽ ബാലൻസ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ മാസ് എന്ന് പറയുന്നത് ഒരു വസ്തുവിലുണ്ടാവുന്ന മാറ്ററിൻ്റെ ടോട്ടൽ എമൗണ്ടാണ്. ടോട്ടൽ എമൗണ്ട് ഓഫ് മാറ്റർ പ്രസൻറ്റ് ഇൻ എനി ഒബ്ജക്റ്റ്. ഇനി വെയ്റ്റ്. വാട്ട് ഈസ് വെയ്റ്റ്? വെയ്റ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ എ സബ്സ്റ്റൻസ്. We have already heard about gravitational force. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്? ഗ്രാവിറ്റി എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? ഭൂമിയിൽ നമുക്ക് അനുഭവപ്പെടുന്ന ഒരു ഫോഴ്സാണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഭൂമിയിലുള്ള ഏത് ഒബ്ജക്റ്റിനും ആ ഒരു ഗ്രാവിറ്റി അനുഭവപ്പെടും. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന മാസിനെയാണ് അല്ലെങ്കിൽ ഫോഴ്സിനെയാണ് വെയ്റ്റ് എന്ന് പറയും. വെയ്റ്റ് ഈസ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ എർത്ത് ഓൺ എ സബ്സ്റ്റൻസ്. അപ്പോൾ വെയ്റ്റിൻ്റെ പ്രത്യേകത എന്താണ്? വെയ്റ്റും മാസും ഒന്നാണോ? അല്ല. വെയ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഗ്രാവിറ്റിയും കൂടെ വരും. W = മാസ് ഇൻറ്റു ഗ്രാവിറ്റി, mg എന്ന് നമ്മൾ പറയും. അങ്ങനെയാണ് പറയുക. അവിടെ ഫോഴ്സ് മാത്രമല്ല, മാസ് മാത്രമല്ല, അവിടെ നമ്മൾ ഗ്രാവിറ്റിയും കൂടെ നോക്കും. അതുകൊണ്ട് തന്നെ വെയ്റ്റ് ഒരിക്കലും ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എർത്തിലുണ്ടാവുന്ന വെയ്റ്റ് ആയിരിക്കില്ല മൂണിലുണ്ടാവുക. രണ്ട് സ്ഥലത്തുള്ള ഗ്രാവിറ്റിക്ക് മാറ്റമുണ്ട്. അപ്പോൾ അതാണ് മാസും വെയ്റ്റും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു സബ്സ്റ്റൻസിൻ്റെ കൃത്യമായിട്ടുള്ള അളവ് അല്ലെങ്കിൽ അതിലുള്ള എമൗണ്ട് നമ്മൾ കാണണമെങ്കിൽ നമ്മൾ മാസ് തന്നെ കാണും. ഇനി 1 kilogram weight is equal to 9.8 Newton എന്നാണ് പറയുക.
നമുക്കറിയാം ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് 9.8 മീറ്റർ പെർ സെക്കൻഡാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് 1 കിലോഗ്രാം വെയിറ്റ് ഈസ് ഈക്വൽ ടു 9.8 ന്യൂട്ടൺ നമ്മൾ പറയും. ഇനി നോക്കാം നമ്മൾ അടുത്ത ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് വോളിയം ആൻഡ് ഡെൻസിറ്റി. വോളിയം നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്താണ് വോളിയം? വോളിയം ഈസ് ദ സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഒരു സബ്സ്റ്റൻസിന് സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിന്, ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാനുള്ള സ്ഥലം, അതിനാണ് നമ്മൾ വോളിയം എന്ന് പറയുന്നത്. വ്യാപ്തം എന്ന് പറയും മലയാളത്തിൽ. ഇതിന് മലയാളം മീഡിയത്തിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മലയാളത്തിലും കൂടെ പറയുന്നത് കേട്ടോ. വോളിയം ഈസ് ദ സ്പേസ് ഒക്യുപ്പൈഡ് ബൈ എ സബ്സ്റ്റൻസ്. ഒരു വസ്തുവിന് സ്ഥിതി ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്ഥലം, അതിനെയാണ് വോളിയം എന്ന് പറയുന്നത്. അല്ലേ? നമുക്കറിയാം ഏതൊരു വസ്തുവിനും അതിലൊരു സ്പേസ് ഉണ്ടായിരിക്കും. അല്ലേ? നിങ്ങൾ ഗ്ലാസ് എടുത്തു കഴിഞ്ഞാൽ ആ ഗ്ലാസ്സിലൊരു സ്പേസ് ഉണ്ട്. അല്ലേ? ആ സ്പേസിനെയാണ് അതിൻ്റെ ഗ്ലാസിൻ്റെ വോളിയം എന്ന് പറയും. ഇനി വോളിയം മെഷർ ചെയ്യാൻ വേണ്ടി പല യൂണിറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. വോളിയം നമ്മളെങ്ങനെ കാണുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അതാണല്ലോ വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും ഹൈറ്റും നമ്മൾ സാധാരണഗതിയിൽ സെൻറ്റിമീറ്ററിൽ മെഷർ ചെയ്യാറുണ്ട്, മീറ്ററിൽ മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ അവിടെയുള്ള യൂണിറ്റുകൾ നമുക്കൊന്ന് നോക്കാം. നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് 1 dm ക്യൂബ്. ഈ dm ക്യൂബ് എങ്ങനെ കിട്ടി? നമുക്കറിയാം നമ്മൾ ഡെസിമീറ്ററിനാണ് 10 സെൻറ്റിമീറ്റർ എന്ന് പറയും. ഡെസിമീറ്റർ. അപ്പോൾ അവിടെ 10 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ. ഇപ്പോൾ നമ്മൾ ലെങ്ത്ത് എടുക്കുമ്പോൾ ലെങ്ത്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ. അതിനെയാണ് 1 dm ക്യൂബ് എന്ന് പറയുന്നത്. ഈ 1 dm ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. 1 dm ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി നമ്മൾ പറയുന്ന മറ്റൊരു യൂണിറ്റാണ് 1 മീറ്റർ ക്യൂബ്. ഈ 1 മീറ്റർ ക്യൂബ് നമുക്ക് എങ്ങനെ കിട്ടുക? ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്. അല്ലേ? ദറ്റ് ഈസ് 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ ഇൻറ്റു 1 മീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ എത്ര സെൻറ്റിമീറ്ററാണ്? 100 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ ഇൻറ്റു 100 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് 10⁶ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയും. ഇതിനെയാണ് നമ്മൾ 1 മീറ്റർ ക്യൂബ് എന്ന് പറയും. ഇനി 1 മീറ്റർ ക്യൂബിന് നമുക്കറിയാം, നമ്മൾ നേരത്തെ പറഞ്ഞു 10⁻1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ 10⁻3 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ 10⁻3 സെൻറ്റിമീറ്റർ ക്യൂബ് 1 dm ക്യൂബ് അല്ലേ? അപ്പോൾ നമുക്ക് 1 മീറ്റർ ക്യൂബിന് എങ്ങനെ പറയാം? 1 മീറ്റർ ക്യൂബ് ഈസ് ഈക്വൽ ടു 1000 dm ക്യൂബ് എന്ന് പറയാം. ഇനി മറ്റൊരു യൂണിറ്റാണ് ലിറ്റർ. നിങ്ങൾക്ക് അറിയുന്നതാണ്, ജസ്റ്റ് ഞാൻ പറഞ്ഞോളൂ. 1 ലിറ്റർ ഈസ് ഈക്വൽ ടു 1000 ml മില്ലി ലിറ്റർ. ഇനി ഇതിന് നമ്മൾ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു സെൻറ്റിമീറ്റർ ക്യൂബാണ്. അപ്പോൾ നമുക്കിങ്ങനെ പറയാം ഇസ് ഈക്വൽ ടു 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ്. അല്ലെങ്കിൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എത്രയാണ്? 1 dm ക്യൂബാണ്. അങ്ങനെ യൂണിറ്റ് നമുക്ക് പലപ്പോഴും യൂണിറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്യാനോ എവിടെയെങ്കിലുമൊക്കെ നമുക്കത് ഉപയോഗം വരും. അതുകൊണ്ട് നമ്മൾ വോളിയത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ യൂണിറ്റുകളും ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ഇനി അടുത്തതാണ് ഡെൻസിറ്റി. ഡെൻസിറ്റി ഈസ് ദ മാസ് ഓഫ് യൂണിറ്റ് വോളിയം. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. ഒരു യൂണിറ്റ് വോളിയത്തിലുള്ള മാസിനെയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. യൂണിറ്റ് വോളിയത്തിലുള്ള മാസിനെയാണ് ഡെൻസിറ്റി എന്ന് പറയുന്നത്. ഈ ഡെൻസിറ്റി നമ്മളെങ്ങനെ കാണും? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് പെർ വോളിയം, മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അപ്പോൾ നമുക്ക് യൂണിറ്റ് എങ്ങനെ പറയാം? മാസ് ആകുമ്പം SI യൂണിറ്റ് ആകുമ്പോൾ കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് പറയാം. ഇനി നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ആറ്റത്തിൻ്റെ കേസിലൊക്കെ ഗ്രാമാണ് കൂടുതൽ ഉപയോഗിക്കുക. അവിടെ ഗ്രാം പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറയും. അതാണ് വോളിയം ആൻഡ് ഡെൻസിറ്റി. ഇനി അടുത്തതാണ് ടെമ്പറേച്ചർ.
നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹീറ്റ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഈസ് ദ മെഷർ ഓഫ് ഹീറ്റ്. ഹീറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? താപം അളക്കാൻ ഉപയോഗിക്കുന്ന ഒരു യൂണിറ്റാണ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ ഈസ് ദ മെഷർ ഓഫ് ഹീറ്റ്. ഇനി ടെമ്പറേച്ചർ നമ്മൾ എങ്ങനെ മെഷർ ചെയ്യുക? ബൈ യൂസിങ് എ തെർമോമീറ്റർ. അങ്ങനെ നമ്മൾ തെർമോമീറ്ററിൽ നമ്മൾ സാധാരണഗതിയിൽ 3 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. ദർ ആർ 3 തെർമോമീറ്റർ സ്കെയിൽസ്. അതിൽ ഫസ്റ്റ് വൺ സെൽഷ്യസ് സ്കെയിൽ. ഇത് കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ ചിലരുടെ വീട്ടിലുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഹോസ്പിറ്റലിൽ കണ്ടിട്ടുണ്ടാവും തെർമോമീറ്റർ, അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലൊക്കെ കാണിച്ചു തന്നിട്ടുണ്ടാവും തെർമോമീറ്റർ, അല്ലേ? അവിടെ നമ്മൾ സെൽഷ്യസ് സ്കെയിലാണ് തെർമോമീറ്ററിൽ നമ്മൾ ടെമ്പറേച്ചർ മെഷർ ചെയ്യുക. അവിടെ ഏറ്റവും ലോവസ്റ്റ് പോയിൻ്റായിട്ട് അവിടെ നമ്മൾ എന്താണ് ഉണ്ടാവുക? 0 ഡിഗ്രി സെൽഷ്യസ് ആണ് ഉണ്ടാവുക. അതാണ് കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തെർമോമീറ്ററാണ് സെൽഷ്യസ് സ്കെയിൽ. ഇനി രണ്ടാമതാണ് ഫാരൻഹീറ്റ് സ്കെയിൽ. ഇത് അത്ര ഉപയോഗിക്കാറില്ല. മുമ്പൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു തെർമോമീറ്റർ സ്കെയിലാണ്. അതിൽ ഏറ്റവും ലോവസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ 32 ആണ് വരുന്നത്. 32 ഫാരൻഹീറ്റ്. 32 അതാണ് അതിൻ്റെ ലോവസ്റ്റ് വാല്യൂ ആയിട്ട് വരുന്നത്. ഇനി നമുക്ക് ഡിഗ്രി സെൽഷ്യസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യുക 9/5 ഡിഗ്രി സെൽഷ്യസ് പ്ലസ് 32 ആണ്. അങ്ങനെ ഒരു ഫാരൻഹീറ്റിനെ നമുക്ക് അതിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇനി അടുത്തത് കെൽവിൻ സ്കെയിലാണ്. ഇതാണ് നമ്മളുടെ സയൻസിൽ നമ്മൾ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന യൂണിറ്റാണ് കെൽവിൻ സ്കെയിൽ. സയൻറ്റിഫിക്കലി യൂസ്ഡ് സ്കെയിൽ നമ്മൾ പറയും. അതിൽ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ എത്ര വരുന്നത്? -273.15 ആണ്. ഈ -273.15 ആണ് അതിൻ്റെ ആ ടെമ്പറേച്ചർ സ്കെയിലിലെ ലോവസ്റ്റ് വാല്യൂ. അതിനോടുകൂടി 273.15 ആഡ് ചെയ്ത് എത്ര കിട്ടി? നമുക്ക് 0 കിട്ടി. അപ്പോൾ 0 ഡിഗ്രി സെൽഷ്യസ് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 273.15 ആണ്. അതിനെയാണ് നമ്മൾ അപ്പോൾ നമുക്ക് ഏതിനെയും നമ്മൾ കെൽവിനിലോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാം, എത്ര ഡിഗ്രി സെൽഷ്യസ് ആണോ അതിന് 273.15 കൊണ്ട് ആഡ് ചെയ്യും. ഇപ്പോൾ 25 ആണ്. 25 + 273.15 ദാറ്റ് ഈസ് ഈക്വൽ ടു അത്രയും കെൽവിൻ. അപ്പോൾ ഇതിൽ ഏറ്റവും ലോവസ്റ്റ് ടെമ്പറേച്ചർ -273.15 ആണ്. അതെങ്ങനെ വന്നു എന്നുള്ളത് പിന്നീട് മറ്റൊരു ചാപ്റ്ററിൽ നമുക്ക് പറയാം. ഇനി നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് യൂണിറ്റ് കൺവേർഷൻസ് ആണ്. യൂണിറ്റ് കൺവേർഷൻ, അവിടെ നിങ്ങൾ ആ ടേം കണ്ടാൽ തന്നെ നമുക്കറിയാം, നമ്മൾ യൂണിറ്റുകൾ കൺവേർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് ഫോർ എക്സാമ്പിൾ നമ്മൾ ടൈമിനെ നമ്മൾ പല രീതിയിൽ പറയാറുണ്ട്. സെക്കൻഡിൽ പറയാറുണ്ട്, മിനിറ്റിൽ പറയാറുണ്ട്, അവറിൽ പറയാറുണ്ട്. നിങ്ങൾക്കറിയാം, നിങ്ങളോട് ഒറ്റയടിക്ക് 1 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്ന് നിങ്ങൾ കൂളായിട്ട് പറഞ്ഞു. ഇനി 10 മിനിറ്റിൽ എത്ര സെക്കൻഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ അതും നിങ്ങൾക്കറിയാം. അപ്പോൾ അവിടെ പക്ഷെ നമുക്ക് സയൻറ്റിഫിക്കായിട്ട് ഒരു യൂണിറ്റിനെ മറ്റൊരു യൂണിറ്റിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ പറയും. ഇതൊരു മെത്തേഡാണ്. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നമുക്കല്ലാതെ തന്നെ നമുക്ക് മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു മെത്തേഡായിട്ട് ഇവിടെ നമ്മൾ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. കൺവേർഷൻ ഫാക്ടർ ഈസ് ഈക്വൽ ടു ദ ratio of magnitude of the same quantity in the 2 units is called conversion factor method. അതെന്താണ്? നമ്മളൊരു പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൺവേർഷൻ ഫാക്ടർ എന്താണ്, അല്ലേ? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഡെഫിനിഷനൊന്നും നമുക്കവിടെ ആവശ്യമില്ല. ഇത് നമ്മൾ കൺവേർഷൻ ഫാക്ടർ മെത്തേഡാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് മാത്രം മനസ്സിലാക്കി വെച്ചാൽ മതി. അവിടെ നമ്മൾ ആ ഡെഫിനിഷൻ എങ്ങനെ വന്നു എന്നുള്ളത് നമ്മൾ പറയും കേട്ടോ. കൺവേർഷൻ ഫാക്ടർ ഇസ് ഈക്വൽ ടു ദ റേഷ്യോ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ സെയിം ക്വാണ്ടിറ്റി ഇൻ ദ 2 യൂണിറ്റ്സ്. ആ ഒരു മെത്തേഡിന് പറയുന്ന പേരാണ് കൺവേർഷൻ ഫാക്ടർ മെത്തേഡ്.
അതിനൊരു ക്വസ്റ്റ്യൻ നോക്കുക. കൺവേർട്ട് 1.5 മിനിറ്റ്സ് ടു സെക്കൻഡ്സ്. 1.5 മിനിറ്റ്സിൽ നമുക്ക് സെക്കൻഡിലോട്ട് മാറ്റണം. നമുക്ക് സെക്കൻഡിലോട്ടാണ് മാറ്റേണ്ടത്. അപ്പോൾ ഞാൻ ആദ്യം കൺവേർഷൻ ഫാക്ടർ എഴുതാം. എന്താ കൺവേർഷൻ ഫാക്ടർ? 1 മിനിറ്റ്സ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്. നമുക്കറിയാം, നമുക്ക് മിനിറ്റും സെക്കൻഡും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് അറിയാം. എത്രയാണ്? 1 മിനിറ്റ് ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്. ഇനി ഞാൻ ഇതിനെ റേഷ്യോ ആക്കിയിട്ട് എഴുതാണ്. റേഷ്യോ ആക്കിയിട്ട് എങ്ങനെ എഴുതാം? 1 മിനിറ്റ് ഡിവൈഡഡ് ബൈ 60 സെക്കൻഡ് എഴുതിക്കൂടെ? അങ്ങനെ എഴുതാം. അതേപോലെ 1 മിനിറ്റ് ഡിവൈഡ് ബൈ 60 സെക്കൻഡ് എത്രയാണ്? ഇസ് ഈക്വൽ ടു 1 അല്ലേ? 1 ആണ്. ഇനി 60 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1 മിനിറ്റ്സ് എന്ന് എഴുതി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുക? 1 ആണ് കിട്ടുക. ഇനി നമുക്ക് യൂണിറ്റ് കൺവേർട്ട് ചെയ്യുമ്പം നമ്മൾ തന്നിരിക്കുന്ന വാല്യൂവിനെ നമ്മൾ ഏതിലോട്ട് മാറ്റി എഴുതുക? നമ്മൾ ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് വേണ്ടത്. അവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 2 റേഷ്യോ നമ്മൾ എടുക്കുമ്പം അതിൽ 2 റേഷ്യോ ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് മുകളിൽ. ഏതൊക്കെ റേഷ്യോ? 60 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1 മിനിറ്റ് എഴുതിയിട്ടുണ്ട്, 1 മിനിറ്റ് ഡിവൈഡഡ് ബൈ 60 സെക്കൻഡ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്നിനെ കൊണ്ടാണ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇവിടെ നോക്കാം, നമുക്ക് ഏത് യൂണിറ്റിലോട്ടാണ് ചേഞ്ച് ചെയ്യേണ്ടത്? സെക്കൻഡിലോട്ടാണ്. അപ്പോൾ സെക്കൻഡ് എപ്പോഴും മുകളിൽ വരണം, ന്യൂമറേറ്ററിൽ വരണം. ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ സെക്കൻഡ് ന്യൂമറേറ്ററിൽ വരുന്നതിനെ കൊണ്ട് നമുക്ക് 1.5നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ഏതാണ് ഞാൻ ആദ്യം എഴുതിയതാണ്? ആദ്യം എഴുതി 60 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1 മിനിറ്റ് എഴുതിയില്ലേ? അതുകൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യാണ്. 1.5 മിനിറ്റ്സ് ഇൻറ്റു 60 സെക്കൻഡ് ഡിവൈഡഡ് ബൈ 1 മിനിറ്റ്. അപ്പോൾ മിനിറ്റ് നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവാം അല്ലേ? എന്നിട്ട് നമുക്ക് എത്ര കിട്ടി? 1.5 ഇൻറ്റു 60 സെക്കൻഡ് എന്ന് കിട്ടിയില്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 90 സെക്കൻഡ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ തന്നെ പറയുന്നത് കേട്ടോ. അപ്പോൾ അവിടെ നമ്മൾ ഏത് യൂസ് ചെയ്തിട്ടില്ല? ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു 1 മിനിറ്റ് ഡിവൈഡ് ബൈ 60 സെക്കൻഡ് നമുക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. കാരണം നമുക്ക് ഏതിലോട്ടാണ് മാറ്റാനുള്ളത്? സെക്കൻഡിലോട്ടാണ്. സെക്കൻഡ് ന്യൂമറേറ്ററിൽ വരുന്നത് ആദ്യത്തെ ഇക്വേഷനിലാണ്. അതുകൊണ്ടാണ് അതിനെക്കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ മെനി മൈൽസ് ആർ ഇൻ 1 lakh മീറ്റർ? 1 lakh മീറ്റർ എത്ര മൈലാണെന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കണം, നമുക്ക് ഈ കൺവേർഷൻ ഫാക്ടർ നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കണം. 1 മൈൽ ഈസ് ഈക്വൽ ടു 1609.3 മീറ്റർ. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം, എങ്കിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ 1 മൈലിൻ്റെ റേഷ്യോ നമുക്കാണ്. 1 മൈൽ ഡിവൈഡഡ് ബൈ 1609.3 മീറ്റർ ഇസ് ഈക്വൽ ടു 1. ഞാനത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് അണ്ടർലൈൻ ചെയ്തതെന്നുള്ളത് പിന്നീട് പറയാം. നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്തു എന്നുള്ളൂ കേട്ടോ. ഇസ് ഈക്വൽ ടു 1 ഇസ് ഈക്വൽ ടു, ഇനി നമുക്ക് റേഷ്യോ മറ്റൊരു രീതിയിൽ എങ്ങനെ എഴുതാം? 1609.3 m ഡിവൈഡഡ് ബൈ 1 മെയിൽ ചെയ്ത് കഴിഞ്ഞാലും 1 അല്ലേ കിട്ടുക? രണ്ടും നമ്മൾ എഴുതി. ഇനി നമുക്ക് നോക്കാം, നമുക്ക് ഏത് യൂണിറ്റിലോട്ടാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്? മൈലിലേക്കാണ്. ഏത് ഇക്വേഷനിലാണ് ഞാൻ എഴുതിയ 2 റേഷ്യോയിൽ ഏതിലാണ് മൈല്? ന്യൂമറേറ്ററിൽ മുകളിൽ വരുന്ന ഏതിലാണ്? ഞാൻ അണ്ടർലൈൻ ചെയ്തിരിക്കുന്ന അവിടെയല്ലേ മൈൽ? 1 മൈൽ മുകളിലല്ലേ, ന്യൂമറേറ്ററിലല്ലേ? 1 മൈൽ ഡിവൈഡഡ് ബൈ 1609.3. അപ്പോൾ അതിനെ കൊണ്ട് നമ്മളിതിനെ നമ്മൾ ആ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന 1 lakh മീറ്ററിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 1 lakh മീറ്റർ എന്നുണ്ട് കേട്ടോ, അവിടെ ഞാനത് എഴുതാൻ വിട്ടു പോയതാണ്. 1 lakh മീറ്റർ ഇൻറ്റു 1 മൈൽ, ഞാൻ അണ്ടർലൈൻ ചെയ്തത് മാത്രമേ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നുള്ളൂ. ഓക്കെ, 1 lakh മീറ്റർ ഇൻറ്റു 1 മൈൽ ഡിവൈഡഡ് ബൈ 1609.3. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 62.13 മൈൽ. അപ്പോൾ 1 lakh മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 62.13 മൈലാണ്. ഇനി ഹൗ മെനി കിലോഗ്രാംസ് ഇൻ 150 പൗണ്ട്സ്? അപ്പോൾ അത് നമുക്ക് അറിയണം. 1 pound ഇസ് ഈക്വൽ ടു 0.4536 കിലോഗ്രാം ആണ്. ഇനി ഞാൻ അതിൻ്റെ റേഷ്യോ എഴുതാണ്.
1 പൗണ്ട് ഡിവൈഡഡ് ബൈ 0.4536 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 1 കിട്ടും. അല്ലെ നമുക്ക് റേഷ്യോ കാണാൻ മറ്റു രീതിയിൽ എഴുതാം. എങ്ങനെ എഴുതാം? 0.4536 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 1 പൗണ്ട് എഴുതാം. ഇനി ഈ ക്വസ്റ്റ്യനിൽ നമുക്കറിയാം നമുക്ക് എങ്ങോട്ടാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്? കിലോഗ്രാമിലേക്കാണ് കൺവേർട്ട് ചെയ്യാനുള്ളത്. കിലോഗ്രാം മുകളിൽ വരുന്നത് ഏതിലാണ് നോക്കാം? 1 പൗണ്ട് ഡിവൈഡ് ബൈ 0.4536 കിലോഗ്രാമിൽ കിലോഗ്രാം എവിടെ കിടക്കുന്നത്? ഡിനോമിനേറ്ററിലാണ്, താഴെയാണ്. എന്നാൽ 0.4536 കിലോഗ്രാം ഡിവൈഡ് ബൈ 1 പൗണ്ടിൽ കിലോഗ്രാം എവിടെ കിടക്കുന്നത്? മുകളിലാണ്, അല്ലെങ്കിൽ ന്യൂമറേറ്ററിലാണ്, അല്ലേ? അപ്പോൾ അതുമാണ് ഞാൻ അണ്ടർലൈൻ ചെയ്ത് കാണിച്ചത്. നിങ്ങൾ നോട്ടിൽ എഴുതുമ്പോൾ അണ്ടർലൈൻ ചെയ്ത് കാണിക്കണം എന്നില്ല കേട്ടോ, മനസ്സിലാക്കാൻ വേണ്ടി അണ്ടർലൈൻ ചെയ്തതാണ്. അപ്പോൾ അതിൽ 0.4536 കിലോഗ്രാം ബൈ 1 പൗണ്ടിനെ നമ്മൾ ഈ 150 പൗണ്ട്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 150 പൗണ്ട്സ് ഇൻറ്റു 0.4536 കിലോഗ്രാം ഡിവൈഡഡ് ബൈ 1 പൗണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? നമുക്കറിയാം പൗണ്ടും ക്യാൻസൽ ചെയ്ത് പോവും. അപ്പോൾ എത്ര കിലോഗ്രാം എന്ന് കിട്ടും? 68 കിലോഗ്രാം എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് നമ്മൾ യൂണിറ്റ് കൺവേർഷനിൽ പറയാനുള്ളത്. താങ്ക് യു.